എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഓണം എക്സാമിന്റെ ആൻസർ കീസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ന്യൂ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഓണം എക്സാമിന്റെ അതായത് ടേം 1 എക്സാമിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ നോക്കിയ സെക്ഷൻ എ ആണ്. ഒബ്സർവ് ദ ഫിഗർ. The figure shows a person looking at an iron rod kept partially immersed in water. The dotted line portion shows the apparent position of the part of the rod within water. Choose the correct figure. ഇതാണ് ജലത്തിൽ ഭാഗികമായി മുങ്ങിയിരിക്കുന്ന ഒരു ഇരുമ്പ് ദണ്ടാണ് കേട്ടോ. ഇരുമ്പ് ദണ്ടിനെ ഒരാൾ കാണുന്നതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ദണ്ടിന്റെ ജലത്തിനടിയിലുള്ളതായി തോന്നുന്ന ഭാഗം കുത്തുകളിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ശരിയായ ചിത്രം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ ശരിയായ ചിത്രം ഏതാണ്? നമ്മൾ അപ്പേരന്റ് ഡെപ്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്ഷൻ ആണല്ലേ. അപ്പൊ ഇവിടുത്തെ ചിത്രം ഏതാണ്? എ വരൂല. പിന്നെ ഏതാണ്? ബി കറക്റ്റ് ആണ് അല്ലേ. സി ഈ ഒരു പൊസിഷൻ എന്തായാലും സിയും ഡിയും എന്തായാലും വരൂല. അപ്പം ഇതിന്റെ കറക്റ്റ് പിക്ചർ ഏതാണ്? ബി ആണ് കേട്ടോ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ റിലേറ്റഡ് ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. എന്താണ്? പ്രകാശവേഗവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ചിട്ട് ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ആൻസർ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവന നോക്കിയ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ എയർ. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ ഇല്ലേ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ എയർ എന്നാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആ പ്രസ്താവന ശരിയാണോ? ആ പ്രസ്താവന തെറ്റാണല്ലോ. തെറ്റായ ഒരു പ്രസ്താവനയാണ്. സ്പീഡ് ഓഫ് ലൈറ്റ് വാട്ടറിന് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ എയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായ പ്രസ്താവനയാണ്. എന്റെ റീസൺ നോക്കിയേ. സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ദാൻ ഇൻ എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതായത് പ്രകാശീയ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശവേഗം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായ? പ്രകാശീയ സാന്ദ്രത കൂടിയ മാധ്യമം, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമത്തിൽ എങ്ങനെയായിരിക്കും? പ്രകാശവേഗം കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ആ ഒരു കാരണം എന്താണ്, അല്ലെങ്കിൽ ആ റീസൺ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റായ റീസൺ ആണ്. അപ്പൊ പ്രസ്താവന അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, റീസൺ അവിടെ കറക്റ്റ് ആണ് ഇല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ ട്രൂ. അത് തെറ്റാണല്ലോ. രണ്ടും ട്രൂ ആണോ? അല്ല. അപ്പം അത് തെറ്റാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ദ റീസൺ ആർ ട്രൂ. അതും തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ബട്ട് ദ റീസൺ ഈസ് ഫോൾസ്. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അല്ലല്ല, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ അതുമല്ല. സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ അല്ലേ. സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, പറഞ്ഞിരിക്കുന്ന പ്രസ്താവന തെറ്റാണ്, പക്ഷെ റീസൺ എന്താണ്? ശരിയാണ് ഇല്ല. അപ്പം ഡി ആണ് കേട്ടോ. പ്രസ്താവന ശരിയല്ല, എന്നാൽ കാരണം ശരിയാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ഓപ്ഷൻ. അപ്പൊ അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ, ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ട്രാഫിക് സൈൻസ് ഗിവൺ ബിലോ. ട്രാഫിക് സൈൻ എന്താണ് കൊടുത്തിരിക്കുന്നത്? സൈക്കിളാണ്. സൈക്കിൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല കൊടുത്തിരിക്കുന്നത്. It is a cautionary sign, mandatory sign. It indicates no bicycle. It indicates no parking. ഏതൊക്കെ വരാം? ഇറ്റ് ഇസ് എ കോഷണറി സൈൻ. ഇത് കോഷണറി സൈൻ ആണോ? ഇല്ല, കോഷണറി സൈൻ പെടുന്നതല്ല. അപ്പൊ ഇത് തെറ്റാണ്. മാൻഡേറ്ററി സൈൻ, മാൻഡേറ്ററി ആണല്ലോ, മാൻഡേറ്ററി ആയിട്ടുള്ള സൈൻ ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നോ ബൈസൈക്കിൾ ഇല്ലേ. ബൈസൈക്കിൾ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് നോ പാർക്കിംഗ്, അത് വരില്ല. അപ്പം 2ഉം 3ഉം ഇല്ലേ. 2ഉം 3ഉം ഇവിടെ കറക്റ്റ് ആണ്. ഓപ്ഷൻ ഉണ്ടോ? 2 ആൻഡ് ഓപ്ഷൻ എ ഇല്ലേ. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് കേട്ടോ. 2 ആൻഡ് 3 അത് കറക്റ്റ് ആണ്. അടുത്ത നാലാമത്തെ നോക്കുക. എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? എ വെഹിക്കിൾ വിൽ നോട്ട് മൂവ്ഡ് പുഷിംഗ് ഫ്രം ഇൻസൈഡ്. അതായത് ഒരു വാഹനത്തെ അതിനകത്തിരുന്ന് തള്ളിയാൽ വാഹനം ചലിക്കില്ല. ശരിയാണല്ലോ. ആ പ്രസ്താവന അവിടെ ശരിയാണ്. ബേസ്ഡ് ഓൺ ദിസ് സ്റ്റേറ്റ്മെന്റ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഇപ്പോൾ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസ്താവന തെറ്റാണ്. പ്രസ്താവന തെറ്റാണോ? അല്ല, അത് ശരിയായ പ്രസ്താവനയാണ്. പ്രയോഗിച്ചത് ആന്തരിക ബലമാണല്ലേ. അവിടെ കൊടുത്തതാണ് ആന്തരിക ബലമാണല്ലോ. ഇന്റേണൽ ഫോഴ്സ്, ആന്തരിക ബലം അല്ലെങ്കിൽ ഇന്റേണൽ ഫോഴ്സ് ആണ് അവിടെ കൊടുത്തത്. ദിസ് ഈസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്, ബാഹ്യബലമല്ല. എയും ബിയും ശരിയാണെന്നാണ് പറഞ്ഞിട്ട്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ഏതാണ്? ബി ആണ് ആൻസർ കേട്ടോ. പ്രയോഗിച്ചത് ആന്തരിക ബലമാണ്, അതായത് എന്താണ്? ഇന്റേണൽ ഫോഴ്സ് ആണ് അവിടെ കൊടുത്തത്. അതുകൊണ്ട് വാഹനത്തെ നമുക്ക് മുന്നോട്ട് നീക്കാൻ കഴിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സെക്ഷൻ ബി ആണ് കേട്ടോ. ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സം മീഡിയംസ് ആർ ഗിവൺ ബിലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേട്ടോ. വാട്ടറിന്റെയും കെറോസിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതിനാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ? കെറോസിനാണ് ഇല്ലേ. ഇനി ഐഡന്റിഫൈ ദ കറക്റ്റ് ഫിഗർ ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഫിഗർ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താണ് ആൻസർ ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഫിഗർ ഏതാണ്? അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്
ഇല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. എങ്ങനെയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ്? നേർ അനുപാതത്തിലാണ് കേട്ടോ, അത് ഓർത്തോണം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കേട്ടോ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ്? നേർ അനുപാതത്തിലാണ്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടും, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുവാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അവിടെ കുറയും, പ്രകാശീയ സാന്ദ്രത കുറയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ നോക്കിയാൽ ഇവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏതിനാണ് കൂടുതൽ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ, അതായത് കെറോസിൻ അല്ലെ, കെറോസിൻ ആണ് അവിടെ എന്ത്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ല, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ കെറോസിൻ ആണ്. ആ കാര്യം മനസ്സിലാക്കുക. ഇനി ചിത്രം നോക്കിയേ, അവിടെ നോക്കിയേ, ആദ്യത്തെ ചിത്രം വാട്ടറിൽ നിന്നും കെറോസിനിലേക്ക്, അതായത് സാന്ദ്രത കുറഞ്ഞ, ഒപ്റ്റിക്കൽ സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്ക് പോകുന്നു. സാന്ദ്രത കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? ഈ രീതിയിലാണോ? ടുവാർഡ്സ് നോർമൽ ആണ് വരേണ്ടതല്ലേ? അപ്പം ഇത് തെറ്റാണ്. ഇതാ നോക്കിയേ, ഇവിടെ കെറോസിൽ നിന്നും വാട്ടറിലേക്ക് വരുന്നു. അതായത് കെറോസിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ സാന്ദ്രത കൂടിയതാണ്. ഒപ്റ്റിക്കൽ സാന്ദ്രത കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? എവേ ഫ്രം നോർമൽ അല്ലെ, ഡെൻസിറ്റി കൂടിയതിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം നോർമൽ ആണ്. അപ്പൊ എന്താണ്? ഇത് കറക്റ്റ് ആണ്. മൂന്നാമത്തെ കേസ് നോക്കിയേ, ഇത് തെറ്റാണ് അല്ലെ, ടോട്ടൽ റിഫ്ലക്ഷൻ അതവിടെ തെറ്റാണ്. ദാ ഈ ഒരു കേസോ, ഇതും തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അതിന് കാരണം എന്താണ്? കെറോസിനയുടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ആൻസർ നോക്കട്ടെ, ഫിഗർ ബി ആണ് കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റീസൺ എന്താണ്? ബിക്കോസ് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക്, അതായത് ഡെൻസിറ്റി കൂടിയതിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞതിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? റിഫ്രാക്റ്റർ ബെൻസ് എവേ ഫ്രം ദ നോർമൽ. റിഫ്രാക്റ്റർ എങ്ങനെയാണ്? നോർമൽ, അപവർത്തന രശ്മി എങ്ങനെയാണ്? നോർമലിൽ നിന്നും അകന്നു പോകുന്നു. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് അവിടുത്തെ റീസൺ. നെക്സ്റ്റ് വൺ, സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കുക. കുറച്ച് ഗ്രാഫുകൾ ഇവിടെ തന്നിട്ടുണ്ടല്ലേ, അത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്, പ്രവേഗ സമയ ഗ്രാഫ് ആണ് എല്ലാം തന്നിരിക്കുന്നത്. കണ്ടല്ലോ? ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഗ്രാഫ് റെപ്രസെന്റ് ദ മോഷൻ ഓഫ് എ ബോഡി കമ്മിങ് ടു റെസ്റ്റ്? അതായത് നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്ന വസ്തുവിന്റെ ചലനം, നിശ്ചലാവസ്ഥയിലേക്ക് പോകും, അതായത് വെലോസിറ്റി, പ്രവേഗം കുറഞ്ഞു വരുന്നല്ലേ. അപ്പൊ അത് ഏത് ഗ്രാഫാണ്? പ്രവേഗം കുറഞ്ഞു വരുന്നത്. അതാ ഇവിടെ നോക്കുക, ബി ആണ് അല്ലെ. പ്രവേഗം കുറഞ്ഞു വരുന്നത് ഏതാണ്? ബി ആണ്. അപ്പൊ കുറഞ്ഞു വരുമ്പോ എന്ത് സംഭവിക്കും? നിശ്ചലാവസ്ഥയിലേക്ക് പോകും. ക്ലിയർ ആയാലോ? അതായത് ഉണ്ടല്ലേ, സീറോയിലേക്ക് പോകും. ഇനി വിച്ച് ഗ്രാഫ് ഈസ് നെവർ പോസിബിൾ വിത്ത് റെസ്പെക്ട് ടു മോഷൻ? അതായത് ചലനവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും സാധ്യമല്ലാത്ത ഗ്രാഫ്. ഈ ഗ്രാഫ് ചലനവുമായിട്ട് ബന്ധപ്പെട്ട് സാധ്യമാകുന്നതാണ് ആദ്യത്തെ. കാരണം വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു, ഇതും അതെ, വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെയോ? മൂന്നാമത്തെ പോസിബിൾ അല്ല കേട്ടോ. മൂന്നാമത്തെ ഗ്രാഫ് അവിടെ പോസിബിൾ അല്ല, ചലനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നപ്പോ ഏതാണ്? സി ആണ് കേട്ടോ. അതാ ഇത് പോസിബിൾ ആണ് അല്ലെ, ഇത് വെലോസിറ്റി ആദ്യം സീറോ ആയിരുന്നു, പിന്നെ ഒരു പർട്ടിക്കുലർ ഇത് മൂവ് ചെയ്യണം, അപ്പൊ ഇതും പോസിബിൾ ആണ്. അപ്പൊ പോസിബിൾ അല്ലാത്ത ഏതാണ്? സി ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെവൻത് വൺ, ടു ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ആർ ഡെപ്പിക്റ്റഡ്. അതായത് ഇവിടെ രണ്ട് ഫോഴ്സസ് ഒരു ബോഡിയിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. എത്രയാണ്? ഒന്ന് 100 ന്യൂട്ടണും ഒന്ന് 120 ന്യൂട്ടണാണ് കേട്ടോ. അതിന്റെ ഡയറക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 100 ന്യൂട്ടൺ ഇങ്ങോട്ടാണ്, അതായത് വെസ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. 120 ന്യൂട്ടൺ എങ്ങനെയാണ്? ഇങ്ങോട്ട്, അതായത് ഈസ്റ്റിലേക്ക് കേട്ടോ, ഈസ്റ്റ് ഡയറക്ഷനിലേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ഇറ്റ് ആക്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് അവിടെ കണ്ടുപിടിക്കണം. റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങനെയായിരിക്കും വരുന്നത്? റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഇല്ലേ? റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ്, അതായത് പരിണിത ബലം. പരിണിത ബലം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 120 ഇല്ലേ, 120 മൈനസ് 100 വരും ഇല്ലേ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ന്യൂട്ടൺ ആണ് പരിണിത ബലം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എങ്ങനെയാണ്? ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ഇറ്റ് ആക്ട് എന്ന് ചോദിച്ചു. അത് ഏത് ദിശയിലായിരിക്കും മാറ്റുന്നത്? അതാ നോക്കുക, 100 ഇങ്ങോട്ടാണ് ഇല്ലേ, 120 അങ്ങോട്ടാണ്. അപ്പം 20 ന്യൂട്ടൺ എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഈ ഡയറക്ഷനിലേക്കായിരിക്കും, അതായത് ഈസ്റ്റിലേക്കായിരിക്കും അല്ലെ. ടുവാർഡ്സ് ഈസ്റ്റ് എന്ന് പറയാം കേട്ടോ, ടുവാർഡ്സ് ഈസ്റ്റ്. ചോദിച്ചിട്ടുണ്ട് ഏത് ദിശയിലേക്കാന്ന്. അപ്പം ടുവാർഡ്സ് ഈസ്റ്റ് എന്ന് പറയുക, അതായത് കിഴക്ക് ദിശയിലേക്ക് കേട്ടോ, കിഴക്ക് ദിശയിലേക്കാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുക. ഇനി അടുത്ത ബി പാർട്ട് എന്നാണ് ചോദിച്ചിരുന്നത്. ടു മേക്ക് ദ ഫോഴ്സസ് ബാലൻസ്ഡ്, the force in which direction should be reduced by how much? ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ബലങ്ങൾ സന്തുലിതമാക്കാൻ ഏത് ദിശയിലേക്കുള്ള ബലമാണ് കുറയ്ക്കേണ്ടത്, എത്രത്തോളമാണ് കുറയ്ക്കേണ്ടത്? അതായത് ബാലൻസ്ഡ് ഫോഴ്സ് ആക്കാൻ വേണ്ടി ഏത് ഫോഴ്സ് ആണ് അവിടെ കുറയ്ക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാലൻസ്ഡ് ആക്കാൻ വേണ്ടി ഏത് ഫോഴ്സ് ആണ് നമ്മളിവിടെ കുറയ്ക്കേണ്ടത്? 120 അല്ലേ. 120 നമ്മൾ എങ്ങനെയാണ് കുറച്ചിട്ട് എങ്ങനെയാക്കണം? 100 ആക്കണം ഇല്ല. അത് എങ്ങോട്ടാക്കണം? ഈസ്റ്റിലേക്ക് അല്ലേ, ഈസ്റ്റിലേക്കുള്ള ഫോഴ്സ് അല്ല, അതായത് ഈസ്റ്റ് ഉണ്ടല്ലോ, ഇങ്ങോട്ടുള്ള ഫോഴ്സ്
അത് 120 എങ്ങനെയായിട്ട് 100 ആക്കി കുറച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് എന്തായിട്ട് മാറും? ബാലൻസ്ഡ് ഫോഴ്സ് ആയിട്ട് മാറും. ക്ലിയർ ആണെന്നുള്ള അപ്പൊ എങ്ങനെ പറയാൻ സാധിക്കും? ദ ഫോഴ്സ് ടുവാർഡ്സ് ഈസ്റ്റ് എന്ന് പറയാം കേട്ടോ. ദ ഫോഴ്സ് ടുവാർഡ്സ് ഈസ്റ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് എന്ന് പറയാം കേട്ടോ. ഷുഡ് ബി റെഡ്യൂസ്ഡ്. എത്ര കുറയ്ക്കണം? ഷുഡ് ബി റെഡ്യൂസ്ഡ് ടു എത്രയാണ്? 100 ന്യൂട്ടൺ ഇല്ലേ? ഈസ്റ്റിലേക്കുള്ള അല്ലെങ്കിൽ കിഴക്ക് ദിശയിലേക്കുള്ള ബലം എത്രയായിട്ട് കുറയ്ക്കണം? 100 ന്യൂട്ടൺ ആയിട്ട് കുറയ്ക്കണം. ക്ലിയർ അല്ല? അപ്പൊ അങ്ങനെ എഴുതുകോട്ടെ. അതായത് ഈസ്റ്റ് ഡയറക്ഷൻ കിഴക്ക് ദിശയിലേക്കുള്ള ബലം 120 ന്യൂട്ടൺ ആണ്. അത് 100 ന്യൂട്ടൺ ആയിട്ട് കുറയ്ക്കുക. അപ്പം അവിടുത്തെ ബാലൻസ്ഡ് ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ്? സന്തുലിത ബലമാവും. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഈസ് മൂവിംഗ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി. Though forces were applied on it, the body didn't get any acceleration or retardation. അതായത് സമപ്രവേഗത്തിൽ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വസ്തുവിൽ ബലങ്ങൾ പ്രയോഗിച്ചിട്ടും അതിന് ത്വരണമോ മന്ദീകരണമോ ഉണ്ടായിട്ടില്ല. സമപ്രവേഗത്തിൽ സഞ്ചരിച്ചിട്ടിരിക്കുകയാണ് ഒരു ബോഡി. അതിലേക്ക് നമ്മൾ ബലങ്ങൾ പ്രയോഗിച്ചപ്പോൾ അതിന് ത്വരണമോ മന്ദീകരണമോ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പൊ അവിടെ ഏത് തരത്തിലുള്ള ഫോഴ്സ് ആയിരിക്കും അവിടെ പ്രയോഗിച്ചത്? അങ്ങോട്ടോ ഇങ്ങോട്ടോ മൂവ് ചെയ്യുന്നില്ല, ത്വരണം ഒന്നും ഉണ്ടാകുന്നില്ല, മന്ദീകരണം ഉണ്ടാകുന്നില്ല എങ്കിൽ അവിടെ കൊടുത്ത ഫോഴ്സ് ഏതായിരിക്കും? ബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും ഇല്ലേ? ബാലൻസ്ഡ് ഫോഴ്സ് ആയിരിക്കും നമ്മളവിടെ അപ്ലൈ ചെയ്തത്. എന്താണ്? ബാലൻസ്ഡ് ഫോഴ്സ്. ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തുലിത ബലം ഇല്ലേ? സന്തുലിത ബലമാണ് നമ്മൾ അവിടെ പ്രയോഗിച്ചത്. ഇനി വിച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഈസ് ടു ബി അപ്ലൈഡ് ടു ബ്രിങ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി? എക്സ്പ്ലെയിൻ. പ്രവേഗത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ഏതുതരം ബലം പ്രയോഗിക്കണം? വിശദീകരിക്കുക. പ്രവേഗത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള ബലം നമ്മൾ പ്രയോഗിക്കേണ്ടി വരും? അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലെ? അൺബാലൻസ്ഡ് ഫോഴ്സ് നമ്മൾ പ്രയോഗിക്കണം. അപ്പൊ അൺബാലൻസ്ഡ് ഫോഴ്സ് പ്രയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ അവിടുത്തെ എന്താണ്? പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായത്? ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അസന്തുലിത ബലമായ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. ഓൺലി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ക്യാൻ ചേഞ്ച് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൽ അസന്തുലിത ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് വേഗതയിൽ വ്യത്യാസം വരും. അതിന് ഫലമായിട്ട് അവിടെ ത്വരണം ഉണ്ടാവും, അതായത് ചലിക്കും ഇല്ല. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രവേഗത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ഏതുതരം ബലം? അപ്പൊ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. അപ്പൊ എങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ എന്താണ്? വേഗത അല്ലെങ്കിൽ പ്രവേഗത്തിന് മാറ്റം ഉണ്ടാകത്തുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് മീൻ ബൈ ഇനേർഷ്യ ഓഫ് മോഷൻ? സ്റ്റേറ്റ് ദ ലോ ഓഫ് മോഷൻ അസോസിയേറ്റഡ് വിത്ത് ദിസ്. ഇനേർഷ്യ ഓഫ് മോഷൻ ചലനം ജഡത്വം എന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഏത് ലോയും ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ലോയാണ്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് എഴുതുക കേട്ടോ. ഇനേർഷ്യ ഓഫ് മോഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതുക. ഇസ് എ ടെൻഡൻസി ഓഫ് ദ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. സമചലനത്തിലുള്ള ഒരു വസ്തുവിന് സ്വയം അതിന്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അതാണ് ചലന ജഡത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. അത് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക. അടുത്ത നോക്കിയ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡയഗ്രം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നോക്കിയാൽ ഗ്ലാസിൽ നിന്നും എയറിലേക്കാണ് ഇവിടെ പോകുന്നത് അല്ലെ? ഗ്ലാസിൽ നിന്നും എയറിലേക്ക് പോകുമ്പോൾ, ഗ്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി കൂടിയതാണ് ഇല്ലേ? എയർ എന്ന് വെച്ചാൽ ഡെൻസിറ്റി കുറഞ്ഞത്. അപ്പൊ ഗ്ലാസിൽ നിന്നും എയറിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്? ഡെൻസിറ്റി കൂടിയതിൽ നിന്നും ഡെൻസിറ്റി കുറഞ്ഞതിലേക്കാണ് പോകുന്നത്. ഡെൻസർ ടു റെയർ ആണ്. അപ്പൊ എങ്ങനെയാണ്? എവേ ഫ്രം നോർമൽ. നോർമൽ നിന്നും അകന്നാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ ആംഗിൾ കൊടുത്തിട്ടുണ്ട് 45 ഡിഗ്രിയാണ്. നമുക്കറിയാം ഗ്ലാസിനെ സംബന്ധിച്ചോളം ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ് വരുന്നത്? 42 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 42 ഡിഗ്രിനേക്കാളും കൂടുതലല്ലേ? 42 ഡിഗ്രി വരുമ്പോൾ നേരെ വരും. അപ്പൊ 42 ഡിഗ്രിനേക്കാളും കൂടുതലായിട്ട് വരും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നേരെ ഇതേ ആംഗിളിൽ തന്നെ അല്ലെ? ഇതേ ആംഗിളിൽ തന്നെ അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ഈ 45 ആംഗിളിൽ തന്നെ റിഫ്ലക്ട് ചെയ്യും. അതായത് ടോട്ടലിന് റിഫ്ലക്ഷൻ അവിടെ നടക്കും. അപ്പം ഇങ്ങനെ തന്നെ വരയ്ക്കണം. അങ്ങോട്ട് ഇതേ ആംഗിളിൽ തന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ അതേ ആംഗിൾ വരത്തക്ക രീതി വരയ്ക്കുക. ഇനി അടുത്ത എങ്ങനെയാണ്? എയർ ആണ് കേട്ടോ. എയറിൽ നിന്നും ഗ്ലാസ്സിലേക്കാണ്. അതായത് റെയർ ടു ഡെൻസർ ആണ്. റെയർ ടു ഡെൻസർ ആകുമ്പോൾ അതായത് ഡെൻസിറ്റി കുറഞ്ഞതിൽ നിന്നും ഡെൻസിറ്റി കൂടുതലേക്ക് പോകും. അപ്പൊ എന്താണ്? റെയർ ടു ഡെൻസർ ആകുമ്പോൾ ടുവാർഡ്സ് നോർമൽ ആണല്ലോ. അപ്പൊ നോർമലിനോട് അടുത്ത് വരും. നോർമൽ ഇതാണല്ലോ. അപ്പൊ നോർമലിനോട് അടുത്ത് വരുമ്പോൾ ഇതാ ഈ രീതിയിലായിരിക്കും റേ അവിടെ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. അടുത്ത തന്നെ ബി പാർട്ടാണ്. അവിടെ കംപ്ലീറ്റ് ദ പാത്ത് ഓഫ് ദ ലൈറ്റ് ഇൻ ദ ഫിഗർ. ഇവിടെ പാത്ത്, ലൈറ്റിന്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ എങ്ങനെ വരും? ഇതവിടെ നോക്കിയാൽ ഗ്ലാസിൽ നിന്ന് എയറിലേക്കാണ് വരുന്നത്. ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു ഡെൻസർ ടു റെയർ ആണ്. അപ്പൊ എവേ ഫ്രം നോർമൽ. അപ്പൊ നോർമലിൽ നിന്ന് അകന്ന് ഇതാ ഇങ്ങനെ എവേ ഫ്രം നോർമൽ പോവുക. ഞാൻ ഈ ഒരു കേസിൽ വരുമ്പോഴോ പെർപെൻഡിക്കുലർ ആയിട്ട് വരുവോ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതേ നേരെ തന്നെ അല്ലേ? പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ നേരെ തന്നെ ഇങ്ങോട്ട് പോകും. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക.
കംപ്ലീറ്റ് ദ റോങ് ഡാറ്റ ഗിവൺ ഇൻ ദ ടേബിൾ ആൻഡ് റൈറ്റ് ദം ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റോങ് ഡാറ്റ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്, അത് മാറ്റി നമുക്ക് കറക്റ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതാന്ന് നോക്കിയാൽ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ സദിശ അളവ് അല്ലേ. മാഗ്നിറ്റ്യൂഡ് എലോൺ ഈസ് മെൻഷൻഡ്. അളവ് മാത്രം പ്രതിപാദിക്കുന്നവയാണോ വെക്റ്റർ ക്വാണ്ടിറ്റി? അല്ല അല്ലേ. അപ്പൊ ഇത് ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം തെറ്റാണ്. അതിന് നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അല്ലെ, അളവും ദിശയും അവിടെ പ്രതിപാദിക്കുന്നു നമ്മൾ എഴുതണം. വെക്റ്റർ ക്വാണ്ടിറ്റി ആക്സിലറേഷൻ, അത് കറക്റ്റ് ആണ്, തുറന്നും ശരിയാണ്. ഇനി സ്കെയിലാർ ക്വാണ്ടിറ്റി, ഡയറക്ഷൻ ഈസ് നോട്ട് മെൻഷൻഡ് ഇല്ലേ. സ്കെയിലാർ ക്വാണ്ടിറ്റിയിൽ ദിശ സൂചിപ്പിക്കുന്നില്ല ഇല്ലേ, ദിശ ഇല്ലാത്തതാണ്, അത് കറക്റ്റ് ആണ്. ദെൻ സ്കെയിലാർ ക്വാണ്ടിറ്റി ഡിസ്പ്ലേസ്മെന്റ് ആണോ ഇവിടെ വരുന്നത്? സ്ഥാനാന്തരമാണോ വരുന്നത്? അല്ല. ഏത് വരും? ഡിസ്റ്റൻസ് വരും അല്ലെ. ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദൂരം. മനസ്സിലാവുന്നുണ്ടോ? ദൂരം അവിടെ വരും. ക്ലിയർ ആയല്ലോ? ആൻസർ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ മെൻഷൻഡ്. പിന്നെന്താണ്? പിന്നെ ഡിസ്റ്റൻസും ആണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ടു ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, സ്പീഡും വെലോസിറ്റി തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? രണ്ടെണ്ണം ഡെഫിനിഷൻ എഴുതാം കേട്ടോ. രണ്ടിന്റെ ഡെഫിനിഷൻ എഴുതാം. പിന്നെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ആണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, അതൊരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സ്പീഡ് വിൽ ഓൾവേസ് ബി പോസിറ്റീവ്. സ്പീഡ് എപ്പോഴും പോസിറ്റീവ് ഉള്ളൂ കേട്ടോ. സ്പീഡ് അല്ല എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എങ്ങനെയാണ്? ദിശ അനുസരിച്ചിട്ട് പോസിറ്റീവോ നെഗറ്റീവോ ആകാം കേട്ടോ. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, ഡിപ്പെൻഡിങ് ഓൺ ദ ഡയറക്ഷൻ, ദിശയുടെ അനുസരിച്ചിട്ട്. മനസ്സിലാവുന്നുള്ളൂ? അപ്പം ഡെഫിനിഷൻ ഇങ്ങനെ ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആദ്യമേ നിങ്ങൾ ഡെഫിനിഷൻ എന്താണെന്നുള്ള എഴുതുക. പിന്നെ സ്കെയിലാർ ക്വാണ്ടിറ്റി, അത് മെയിൻ ഒരു പോയിന്റ് ആണ്. പിന്നെ വാല്യൂ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് വാല്യൂ ആണെന്നുള്ളത് ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 12th one. A coin kept at the bottom of a vessel appears raised on adding water into the vessel. Which is a phenomenon behind this? Define. Describe how the coin appears raised. ഒരു പാത്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന നാണയം പാത്രത്തിൽ ജലം ഒഴിച്ചപ്പോൾ ഉയർന്നു കാണപ്പെട്ടു അല്ലെ. ഇതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? റിഫ്രാക്ഷൻ ആണ് അല്ലെ. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? അപവർത്തനം ഇല്ലേ. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനമാണ് അതിന് കാരണം. അത് നിർവചിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപവർത്തനം എന്താന്നുള്ളത് നിങ്ങൾ ഡെഫിനിഷൻ എഴുതുക കേട്ടോ. അപവർത്തനം. ഇനി നാണയം ഉയർന്നു കാണപ്പെട്ടത് എങ്ങനെ? നാണയം ഉയർന്നു കാണപ്പെടാൻ കാരണം എന്താണ്? നമുക്കറിയാം ലൈറ്റ് റേ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? വാട്ടറിൽ നിന്നും എയറിലേക്കാണ് പാസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്? ബെൻഡ് അവേ ഫ്രം നോർമൽ അല്ലെ. വാട്ടറിൽ നിന്നും നമുക്കറിയാം നാണയം അതിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം പൊങ്ങിക്കാണുന്നത് എങ്ങനെയാണ്? ഇവിടെ വാട്ടർ ആണല്ലോ. അപ്പൊ വാട്ടറിൽ നിന്നും എയറിലേക്കാണ്. ഇവിടെ വാട്ടർ ആണ്, ഇവിടെ എയർ ആണ്. അപ്പൊ വാട്ടറിൽ നിന്നും എയറിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എവേ ഫ്രം നോർമൽ. വാട്ടറിൽ നിന്നും എയറിലേക്ക് വരുമ്പം എവേ ഫ്രം നോർമൽ ആണ്. നോർമൽ ഡെൻസിറ്റി കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്കല്ല. അപ്പൊ എവേ ഫ്രം നോർമൽ ആണ്. മനസ്സിലാകുന്നില്ല? അപ്പൊ അതുകൊണ്ട് പോയിന്റ് ആക്ച്വൽ പൊസിഷനിൽ നിന്ന് പൊങ്ങി നമുക്ക് കാണപ്പെടും. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളൂ കേട്ടോ. റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷന്റെ ഡെഫിനിഷൻ നിങ്ങൾ എഴുതുക കേട്ടോ. പിന്നെ എന്താണ് ഇതിന്റെ റീസണും പറഞ്ഞിട്ടുണ്ട്. വെൻ ലൈറ്റ് റേസ് ഫ്രം ദ കോയിൻ പാസ് ഫ്രം വാട്ടർ ടു എയർ ദേ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. അതാണ് പോയിന്റ് കേട്ടോ. ദേ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ സോ ദ കോയിൻ അപ്പിയേഴ്സ് അറ്റ് ദ ഹയർ പൊസിഷൻ ദാൻ ഇറ്റ്സ് ആക്ച്വൽ. പറ്റില്ല എന്ത് സംഭവിക്കുന്നുണ്ട്? അത് ചെരിഞ്ഞു പോകുമ്പോൾ അത് ബെൻഡ് അവേ ഫ്രം നോർമൽ ആണ്. അപ്പൊ അപവർത്തനം സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് നാണയം അല്പം ഉയർന്നതായിട്ട് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഫിഗർ. ചിത്രം നോക്കുക കേട്ടോ. റൈറ്റ് ഡൗൺ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫ്രം ദ ഫിഗർ. ഈ ഫിഗറിൽ നിന്നും പതന കോണും അപവർത്തന കോണും എത്രയെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പതനകോൺ ഇവിടെ നോക്കി, ഇതാണ് ഇവിടുത്തെ നോർമൽ. പതനകോൺ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞതാണ് നോർമലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആംഗിൾ ആണ് കേട്ടോ. ഇതാണ് നോർമലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണ്. അപ്പൊ എത്ര വരും? ടോട്ടൽ 90 ഡിഗ്രി ആണ്. അപ്പൊ 90 - 45 ഇല്ലേ. 90 - 45 വരും. അതായത് എത്രയാണ് വരുന്നത്? 45 ഇല്ലേ. അപ്പൊ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? 45 ഡിഗ്രി ഇല്ലേ. അപ്പം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 45 ഡിഗ്രി വരും. ക്ലിയർ ആയല്ലോ? ഇനി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നോർമലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പൊ ഈ ആംഗിൾ ആണ് വരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ മറ്റേ ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ 90 - 60 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 30 വരും അല്ലെ. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 30 ഡിഗ്രി ആണ്. ഇനി റൈറ്റ് ഡൗൺ 2 സിറ്റുവേഷൻസ് ഫോർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ബി ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഈക്വൽ ആകുന്ന 2 സിറ്റുവേഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
എപ്പോഴൊക്കെ ആയിരിക്കാം ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഈക്വൽ ആകുന്നത്? എപ്പോഴായിരിക്കാം? നോർമലി നേരെ വന്ന് ഇല്ല സർഫസിലേക്ക് നേരെ വന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഒരുപോലെയാവും. പിന്നെ എങ്ങനെയാണ്? സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള രണ്ട് മീഡിയത്തിനും സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണെന്ന് ചോദിച്ചു. രണ്ട് മീഡിയത്തിനും സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിലും എങ്ങനെയായിരിക്കും? രണ്ടിന്റെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദ വാല്യൂസ് 45 നമുക്ക് കിട്ടിയായിരുന്നു. അതേ നോക്കിയ സിറ്റുവേഷൻസ് വെൻ ലൈറ്റ് ഈസ് ഇൻസിഡന്റ് നോർമൽ ടു ദ സർഫസ്, അല്ലെങ്കിൽ വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ മീഡിയം ഓഫ് സെയിം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അല്ലെങ്കിൽ എന്ത് പറയാം? വെൻ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ടു മീഡിയം ബിക്കംസ് ഈക്വൽ. അതും പറയാം കേട്ടോ. രണ്ട് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഫസ്റ്റ് മീഡിയം സെക്കൻഡ് മീഡിയം ഉണ്ടല്ലോ, അപ്പൊ രണ്ടിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒരുപോലെ ആയാലും എന്തായിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഒരുപോലെ ആയിരിക്കും. ആവർത്തനാങ്കം തുല്യമാകുമ്പോൾ അല്ലെങ്കിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ലംബമായിട്ട് നേരെ വന്ന് വീഴുവാണെങ്കിൽ രണ്ടും തുല്യമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോസ് ഡീവിയേഷൻ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം എയർ ടു അനദർ മീഡിയം. Speed of light in air is 3 × 10⁸ meter per second and the second medium is 2 × എത്രയാണ്? 10⁸ meter per second. ക്ലിയർ ആയല്ലോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? വായുവിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന എയർ ആണ്, എയറിൽ നിന്നും മറ്റൊരു മാധ്യമം, ഈ മാധ്യമം ഏതാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അവിടെ അങ്ങോട്ട് എങ്ങനെയാണ് ലൈറ്റ് പ്രവേശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? വായുവിന്റെ പ്രകാശ വേഗം എന്ന് പറഞ്ഞിട്ടുണ്ട് 3 × 10⁸ ആണ്. ഈ മീഡിയത്തിന്റെ 2 × 10⁸ എന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം പ്രകാശം വായുവിൽ നിന്ന് രണ്ടാമത്തെ മാധ്യമത്തിലേക്ക് ചെരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ, അതായത് റേ ഓഫ് ലൈറ്റ് എയറിൽ നിന്നും മറ്റേലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്പീഡ് ഓഫ് ലൈറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നമ്മൾ റിലേഷൻ ഉണ്ട്. എങ്ങനെയാണ്? ഓർക്കുന്നുണ്ടോ? സ്പീഡും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ് കേട്ടോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. അതായത് സ്പീഡ് കൂടുവാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും? ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ് കുറവായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പൊ സ്പീഡ് കൂടിയ മീഡിയം ഏതാണ്? ഇത് ഇല്ല, എയർ ആണ്. സ്പീഡ് കൂടിയ മീഡിയം അവിടെ എങ്ങനെയാണ്? അവിടെ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായ മീഡിയമാണ് ഇത് പറഞ്ഞു അല്ലേ? അപ്പം ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവായ മീഡിയത്തിൽ നിന്നും കൂടിയ മീഡിയത്തിലേക്ക് ഇവിടെ ലൈറ്റ് പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? കുറഞ്ഞ മീഡിയത്തിൽ നിന്നും കൂടിയ മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ എന്താണ്? നോർമലിനോട് അടുക്കുവാണ് ചെയ്യുന്നത്, ടുവാർഡ്സ് നോർമൽ. അപ്പൊ പോകുന്ന ഈ ഒരു രീതിയിലായിരിക്കും, ടുവാർഡ്സ് നോർമൽ. അപ്പൊ എങ്ങനെയാണ്? ലംബത്തോട് അടുക്കുന്നു അല്ലെ, അല്ലെങ്കിൽ ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദ നോർമൽ. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അപ്പൊ ഈ രീതിയിലൊക്കെ ആലോചിച്ച് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. ഇനി എന്താണ്? കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം. രണ്ടാമത്തെ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം എയറിനേക്കാളും എന്താണ്? ഡെൻസിറ്റി കൂടിയ മീഡിയം ആണ് ഇത്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അപവർത്തനാങ്കം കണ്ടുപിടിക്കാമല്ലോ. അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n = എങ്ങനെയാണ്? C/v എന്നാണല്ലോ നമ്മുടെ ഇക്വേഷൻ. സി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എയറിലെ വെലോസിറ്റി ആണ് ഇല്ല, എയറിലെ വെലോസിറ്റി ആണ്. അതായത് 3 × 10⁸ ആണ്. മറ്റേ മീഡിയത്തിലെ 2 × 10⁸ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര വരും? 3/2 എന്ന് വരും ഇല്ലേ? 3/2 എന്ന് വരുമ്പോൾ ആൻസർ എത്രയാണ്? 1.5. അപ്പം ആ ഒരു മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.5 എന്ന് കിട്ടി. n = എത്രയാണ്? 1.5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The perimeter of a track is 400 meter. An athlete can cover the full track in 50 seconds if he runs for 100 seconds. കാൽക്കുലേറ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? പെരിമീറ്റർ ഓഫ് എ ട്രാക്ക്. ഒരു ട്രാക്ക് ആണ് കേട്ടോ. ഒരു ട്രാക്കിന്റെ പെരിമീറ്റർ, ചുറ്റളവ് കേട്ടോ. ചുറ്റളവ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 400 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നത്? ടോട്ടൽ ദൂരം, അതായത് ഒരാൾ ട്രാവൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 400 മീറ്റർ നമുക്ക് എടുക്കാം. ഇനി an athlete can cover the full track. അത്ലറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ കവർ ചെയ്തു. അപ്പൊ ആ ഫുൾ ഡിസ്റ്റൻസ് എത്രയാണ്? ദൂരം എന്ന് വെച്ചാൽ 400 മീറ്റർ ആണ്. ആ ഫുള്ള് കവർ ചെയ്യാൻ എടുത്ത സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ടി. സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 50 സെക്കൻഡ് എന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഇഫ് ഹി റൺസ് ഫോർ 100 സെക്കൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ട്രാക്കിലൂടെ കായിക താരം എത്രയാണ്? 100 സെക്കൻഡ് സമയം ഓടുന്നു. ഒരു ട്രാക്ക് കവർ ചെയ്യാൻ 50 സെക്കൻഡ് മതി. ഒരു പ്രാവശ്യം കവർ ചെയ്യാൻ 50 സെക്കൻഡ് മതി. അപ്പൊ 100 സെക്കൻഡ് ഇതിലൂടെ ഓടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ അത്ലറ്റ് ഇൻ 50 സെക്കൻഡ്? വാട്ട് ഇസ് ദ സ്പീഡ് ഇൻ ദിസ് ടൈം? അതായത് 50 സെക്കൻഡ് കൊണ്ട് കായിക താരം ഓടിയ ദൂരം എത്രയും ചോദിച്ചിട്ടുണ്ട്. കായിക താരത്തിന്റെ വേഗം എത്രയെന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ?
അപ്പം സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. കായികതാരം ഓടിയ ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 400 മീറ്റർ ആണ്. അതായത് ഇവിടുന്ന് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം ഇത്രയും കവർ ചെയ്യാൻ എടുക്കുന്നത് എത്രയാണ്? 400 മീറ്റർ ആണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? എ പാർട്ട് ചോദിച്ചിരിക്കുന്നത് ദൂരം 50 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരമല്ല, 50 സെക്കൻഡ് കൊണ്ട് ഓടിയ ദൂരം എന്ന് വെച്ചാൽ 400 മീറ്റർ ആണ്. ഇനി എന്താണ്? വേഗം കണ്ടുപിടിക്കണം. സ്പീഡാണ് കണ്ടുപിടിക്കുന്നത്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എത്രയാണ്? 400 എന്ന് തന്നിട്ടുണ്ട്. അതിനടുത്ത സമയം എത്രയാണ്? 50 സെക്കൻഡും ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് ആൻസർ വരുമല്ലോ, ഇല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 8, ഇല്ലേ? 8 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്ന കായിക താരത്തിന്റെ സ്പീഡ് എത്രയാണ്? 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി അത്ലറ്റ് ഇൻ 100 സെക്കൻഡ്? കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ദി അത്ലറ്റ്സ് ഇൻ ദിസ് ടൈം. 100 സെക്കൻഡ് കൊണ്ട് കായിക താരത്തിന്റെ സ്ഥാനാന്തരം. അതാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ വരാൻ എത്രയാണ് എടുത്ത്? സമയം 50 സെക്കൻഡ് ആണ്. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ഫൈനൽ പോയിന്റ് വരെ എത്തിയപ്പോ 50 ആയി. പിന്നെ ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്യുക. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഉണ്ടോ? സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ ഉണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ 0 ആണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി, അതിന്റെ പ്രവേഗം, അവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ക്ലിയറായല്ലേ പറഞ്ഞത്? ഇപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇനിഷ്യൽ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. അപ്പൊ ഒരു പ്രാവശ്യം എടുത്ത സമയം 50 ആണ്. അപ്പൊ ഒന്നുകൂടെ ഓടിയപ്പോഴാണ് 100 സെക്കൻഡ് എടുത്തത്. അപ്പൊ 2 പ്രാവശ്യം ഓടി. അപ്പൊ ഇനീഷ്യൽ പോയിന്റിലേക്ക് തന്നെ വന്നു. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0. സ്ഥാനാന്തരം 0 ആണ്. അതുകൊണ്ട് വെലോസിറ്റിയും അവിടെ 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡീറ്റെയിൽസ് ഓഫ് ദ മോഷൻ ഓഫ് എ ബോഡി അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആർ ഗിവൺ. കേട്ടോ, ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെപ്രസെന്റ് ദം ഗ്രാഫിക്കലി ഇൻ ദ ഗിവൺ ഗ്രാഫ് പേപ്പർ. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ആസ് വെൽ. ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരവും കണ്ടുപിടിക്കണം. അപ്പൊ ഗ്രാഫ് വരയ്ക്കാം. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാ ഈ ഒരു രീതിയിൽ വരും കേട്ടോ. എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റി ആണ്. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് കേട്ടോ. നമ്മൾ പോയിന്റ് ഒക്കെ എടുക്കട്ടെ. സ്കെയിൽ ഇവിടെ എത്രയാണ് എഴുതേണ്ടത്? സ്കെയിൽ എഴുതണം. സ്കെയിൽ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിൽ കേട്ടോ. എക്സ് ആക്സിൽ എത്രയാണ് വരുന്നത്? ഇവിടെ 10 ഡിവിഷൻ. എക്സ് ആക്സിൽ 10 ഡിവിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് എടുത്തിരിക്കുന്നത്? 2 സെക്കൻഡ് ആണ് കേട്ടോ. 10 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ 10 ഡിവിഷൻ. 10 അല്ല, 10 ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇത്ര വരും ഇല്ലേ? അത് 5, 10, 15 എന്ന് പോയി അല്ലേ? ഇത് 5, ഇവിടെ 5 ആയിരിക്കുമല്ലോ. 5, 10, 15 കേട്ടോ. അപ്പം 10 ഡിവിഷൻ എന്ന് വെച്ചാൽ 5 മീറ്റർ പെർ സെക്കൻഡും ആണ്. അത് എഴുതിയിരിക്കണം കേട്ടോ സ്കെയിൽ. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇതൊരു പോർഷൻ ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ പോർഷന്റെ അടിയിലുള്ള ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ? ഏരിയ ഓഫ് ദിസ് പോർഷൻ. അപ്പൊ ഇതെന്താണ്? ഇത് എന്തിന്റെ ഷേപ്പ് ആണ്? ഒരു ട്രപ്പീസിയത്തിന്റെ ഷേപ്പ് അല്ലേ? അപ്പം ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഏരിയ ഓഫ് ദി ട്രപ്പീസിയം എന്ന് പറയാം ഇല്ലേ? ഏരിയ ഓഫ് ദി ട്രപ്പീസിയം. ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏതാണ്? അറിയാലോ, ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് ബി. എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പെർപെൻഡിക്കുലർ കേട്ടോ. ഈ പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ് എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ എ എന്ന് പറഞ്ഞിരിക്കുന്നത് പാരലായിട്ടുള്ള ഇതൊരു സൈഡ്, ഇത് എ ആക്കി എടുക്കാം. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ മറ്റേ സൈഡ് നമുക്ക് ബി ആയിട്ടും എടുക്കാം. മനസ്സിലാവുന്നുള്ളൂ? അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു ഇല്ലേ? ഹാഫ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എത്രയാണ് വരുന്നത്? ഇവിടെ നോക്കിയാൽ 30. ഇത് ഇവിടെ വരെ വരുന്നില്ല. അപ്പൊ 30 വരും. എ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ തൊട്ട് 6, ഇതാ അടുത്ത പോയിന്റ് ഇതാ ഇവിടെയാണ് കേട്ടോ വരുന്നത്. 6ഉം 12ഉം. അപ്പൊ 12 മൈനസ് 6 എന്ന് എടുക്കാം അല്ലെ? 12 മൈനസ് 6 ദെൻ പ്ലസ് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇത്രയും, ഇവിടെ തൊട്ട് ഇവിടം വരെ, അതായത് 18 വരും. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 30. അത് നമുക്ക് ക്യാൻസൽ ചെയ്യായിരുന്നു, നമുക്ക് ചെയ്യാം കേട്ടോ. 12 മൈനസ് 6 എന്ന് പറയുമ്പോൾ എത്രയായിട്ട് വരും? 6 വരും അല്ലേ? 6 പ്ലസ് 18 അല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? ഇതും കൂടെ പോയിട്ട് 15 വരും. 15 ഇൻറ്റു 15 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ 24 വരും അല്ലേ? അപ്പം 15 ഇൻറ്റു 24 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 360 വരും. ദാറ്റ് ഈസ് ആൻസർ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ആണ് 360 മീറ്റർ എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത അതിന്റെ ബി പാർട്ടാണ് കേട്ടോ. പിന്നെ ഒരു ഗ്രാഫ് വരയ്ക്കാണ്. ഡേറ്റ റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് എ ബോഡി ഈസ് ഗിവൺ റെപ്രസെന്റഡ് ഗ്രാഫിക്കലി ഇൻ ദ ഗിവൺ ഗ്രാഫ് പേപ്പർ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദ 17th സെക്കൻഡ്. 17th സെക്കൻഡിൽ എന്തുമാത്രം ദൂരം കവർ ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. ഇതും വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് കേട്ടോ. വരയ്ക്കുക, ഗ്രാഫ് പേപ്പർ തന്നെ വരയ്ക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ സ്കെയിൽ എഴുതേണ്ടതായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഒരിക്കലും മറന്നു പോലും സ്കെയിൽ എഴുതാൻ. സ്കെയിൽ എന്ന് പറയുമ്പം എക്സ് ആക്സിസിൽ കേട്ടോ. നിങ്ങൾ ഏതാണ് എടുക്കുന്നത്? ഇവിടെ എക്സ് ആക്സിൽ 10 ഡിവിഷനായിട്ട് എടുത്തിരിക്കുന്നത് എത്രയാണ്?
4 കേട്ടോ. 4 സെക്കൻഡ് ആണ് ഇവിടെ 10 ഡിവിഷനായിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ y ആക്സിസിൽ 10 ഡിവിഷനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 20 കേട്ടോ. 20 മീറ്റർ ആണ് കേട്ടോ. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫാണ് അവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് ഈ ഒരു രീതിയിൽ വരും. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദ 17th സെക്കൻഡ്. 17th സെക്കൻഡ് എന്ന് പറയുമ്പോൾ നോക്കുക, 17th സെക്കൻഡ് ഇവിടെ 16 ഇവിടെയാണ്, ഇവിടെ 18 വരുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കേട്ടോ, 18 ഇടയ്ക്കായിട്ട് വരും. അപ്പൊ ഏകദേശം ഈ ഒരു ഇവിടെയായിട്ട് വരും കേട്ടോ. നേരെ നിങ്ങൾ വരയ്ക്കുമ്പോൾ 18 എന്ന് പറയുമ്പോൾ ഇതിന്റെ കൃത്യം നടുക്കായിട്ട് വരും. 17 കേട്ടോ. അപ്പൊ അവിടുന്ന് നേരെ ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. നേരെ എടുത്തിട്ട് ഇവിടെ വരയ്ക്കുക കേട്ടോ. അവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും അവിടെ കിട്ടുന്നത്. അപ്പം ഏകദേശം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയെടുക്കുമ്പോൾ വാല്യൂ കിട്ടുന്നത് 110 മീറ്റർ എന്ന് വരും കേട്ടോ. കറക്റ്റ് ഇവിടെ കേട്ടോ 110 കറക്റ്റായിട്ട് നിങ്ങൾ എടുത്ത് വെച്ചാൽ മതി. കൃത്യമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ 110 മീറ്റർ. കറക്റ്റായിട്ട് നോക്കി വാല്യൂ ഒക്കെ എഴുതുമ്പോൾ മനസ്സിലാവും 110 മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്നുള്ളത്. അല്ലെങ്കിൽ തന്നെ ഇവിടെ നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും. 16നും 18നും ഇടയ്ക്കല്ലേ, 16നും 18നും ഇടയ്ക്കാണ് ഇല്ലേ. 16നും 18 ഇടയ്ക്കുമ്പോൾ 17 വരും ഇല്ലേ. അപ്പം അവിടെ നോക്കിയാൽ ഇവിടെ എങ്ങനെയാണ് 100 120 പോകുന്നത്. അപ്പൊ 17 വരുമ്പോൾ എത്ര ആയിരിക്കും വരുന്നത്? 110 ആയിരിക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 17 ഇവിടുന്ന് 17 ഇടയ്ക്ക് വരുന്നത്. 17 വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 100 കഴിഞ്ഞിട്ട് 110 ആയിരിക്കും 17 വരുന്നത്. അപ്പം ഡിസ്റ്റൻസ് 110 മീറ്റർ. തന്നിരിക്കുന്ന ഡേറ്റയെ നമുക്കെല്ലാം കണ്ടുപിടിക്കാം കേട്ടോ. അതൊന്നും ആ ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി എളുപ്പമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ യുവർ കമന്റ്സ് ഓൺ ദ ഫോളോയിങ്. എ പേഴ്സൺ വാക്സ് അലോങ് ദ സൈഡ് ഓഫ് എ റോഡ് വിത്ത് ഡാർക്ക് കളർ ഡ്രസ്സസ് വെൻ ദർ ഈസ് ഡിം ലൈറ്റ്. അതായത് മങ്ങിയ വെളിച്ചത്തിൽ ഇരുണ്ട നിറമുള്ള വസ്ത്രം ധരിച്ച ഒരാൾ റോഡിലൂടെ നടക്കുന്നു. ശരിയാണോ? അല്ല. അതിന് കാരണങ്ങളുണ്ടല്ലോ. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അപകടമൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ. Then a pedestrian walks along the left side of the road which has no footpath. ഒരു കാൽനടക്കാരൻ ഫുട്പാത്ത് ഇല്ലാത്ത റോഡിന്റെ ഇടതുവശത്തു കൂടി നടക്കുന്നു. അതും പറ്റില്ല അല്ലേ. ഇനി അടുത്തതാണ് എ പെഡസ്ട്രിയൻ വാക്ക് അലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ് വിത്തൗട്ട് യൂസിങ് ദ ഫുട്പാത്ത്. ഒരു കാൽനടക്കാരൻ ഫുട്പാത്ത് ഉപയോഗിക്കാതെ റോഡിലൂടെ വലതുവശം ചേർന്ന് നടക്കുന്നു. ഇതെല്ലാം എന്താണ് നമ്മുടെ ട്രാഫിക് ഉണ്ടല്ലോ, ട്രാഫിക്കിനെ വയലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അതൊന്നും ചെയ്യാണ്ടിരിക്കുക, അപകടങ്ങൾ വരും കേട്ടോ. അപ്പൊ അതിനെ അങ്ങനെ ഇതിനുള്ള കമന്റ്സുകൾ നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം കേട്ടോ. ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കോട്ടോ. ബിക്കോസ് ഇറ്റ് മേക്സ് എ പേഴ്സൺ ലെസ് വിസിബിൾ ടു ഡ്രൈവേഴ്സ്. മങ്ങിയ ഡ്രസ്സ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഡാർക്ക് ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ കേട്ടോ. ഇറ്റ്സ് റെക്കമെൻഡ് ടു വിയർ ബ്രൈറ്റ് ഓർ റിഫ്ലക്റ്റീവ് ക്ലോത്തിങ് ടു ബി ഈസിലി സീൻ ആൻഡ് പ്രിവെന്റ് ആക്സിഡൻസ്. നൈറ്റിൽ ലൈറ്റ് ഷെയ്ഡിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? നടപ്പാത ഇല്ലാത്ത റോഡിന്റെ ഇടതുവശത്തേക്ക് നടക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം എന്താണ്? കാൽനടക്കാർക്ക് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് പുറംതിരിഞ്ഞായിരിക്കും നടക്കുന്നത്. അപ്പം പിന്നിൽ വരുന്ന വാഹനങ്ങൾ അറിയില്ല, കാണാൻ സാധിക്കുന്നില്ല. പിന്നെ എന്താണ്? കാൽനടക്കാരൻ ഫുട്പാത്ത് ഉപയോഗിക്കാതെ വെറുതെ നടക്കുകയാണ്. അപ്പം എപ്പോഴും ഫുട്പാത്തിൽ കൂടെ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് കേട്ടോ. വായിച്ച് നോക്കി ആൻസറൊക്കെ മനസ്സിലാക്കി എഴുതുക കേട്ടോ. നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ എഴുതുന്നതാണ് എപ്പോഴും ബെറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? റോഡ് സൈൻസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. റൈറ്റ് ഡൗൺ എ ഷോർട്ട് നോട്ട് അബൌട്ട് ദം. റോഡ് സൈനുകൾ അല്ലെ, റോഡ് സൈനുകളെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 എണ്ണം ഉണ്ടല്ലോ. എന്തൊക്കെയാണ്? മാൻഡേറ്ററി ഉണ്ട്, കോഷണറി ഉണ്ട്, ഇൻഫോർമേറ്ററി. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതുകട്ടോ. മാൻഡേറ്ററി സൈൻ അല്ലെങ്കിൽ റെഗുലേറ്ററി സൈൻ ആണ്. അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കേട്ടോ. സർക്കിളിലായിരിക്കുമല്ലോ കമ്പൽസറി. മാൻഡേറ്ററി എന്ന് പറയുമ്പോൾ കമ്പൽസറി ആണ്, ഫോളോ ചെയ്യേണ്ടതാണ്. റെഡ് സർക്കിളിലാണ് കാണിക്കുന്ന എക്സാമ്പിൾസ് കേട്ടോ. പിന്നെ കോഷണറി ആണെന്നുണ്ടെങ്കിൽ വാർണിംഗ് സൈൻസ് ആണ് ഇല്ലേ. അത് ഒരു റെഡ് ട്രയാങ്കിളിലായിരിക്കും കാണിക്കുന്നത്. ഇത് റെഡ് സർക്കിളിലായിരിക്കും. ഇതെങ്ങനെയാണ്? റെഡ് ട്രയാങ്കിളിലായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഇൻഫോർമേറ്ററി ആണെങ്കിൽ ഗൈഡൻസ് തരുന്നതാണ് ഇല്ല. അത് യൂഷ്വലി ഇൻഫോർമേറ്ററി എങ്ങനെയാണ്? റെക്ടാങ്കിൾസ് ആയിരിക്കും കേട്ടോ. റെക്ടാങ്കിൾസ് ആയിരിക്കും. അത് ബ്ലൂ കളറിലുള്ള കേട്ടോ റെക്ടാങ്കിൾസ് ആയിരിക്കും. ഹോസ്പിറ്റലില് പെട്രോൾ പമ്പൊക്കെ ഉള്ളത് ഓക്കെ മനസ്സിലാക്കുക, കൃത്യമായിട്ട് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18 ആണ് കേട്ടോ. 18 എ ബുള്ളറ്റ് ഫയർഡ് ഫ്രം എ ഗൺ ഗോസ് എഹെഡ് വിത്ത് എ വെലോസിറ്റി 80 meter per second and starts penetrating a tree. It comes to rest on penetrating 8 centimeter. എന്താണ്? ഒരു തോക്കിൽ നിന്ന് ഉതിർത്ത വെടിയുണ്ട അതിന്റെ വെലോസിറ്റി വന്നിട്ടുണ്ട് 80 meter per second ആണ്. ഒരു മരത്തിൽ തുളച്ചു കയറി 8 centimeter സഞ്ചരിച്ചിട്ട് നിൽക്കുന്നു. ഒരു മരത്തിലേക്ക് തുളച്ചു കയറി, ബുള്ളറ്റ് മരത്തിന്റെ ഉള്ളിലേക്ക് തുളച്ചു കയറിയിട്ട് 8 centimeter മരത്തിന്റെ ഉള്ളിലേക്ക് 8 centimeter ട്രാവൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ഫൈൻഡ് ദ ആക്സിലേഷൻ ഓഫ് ദ ബുള്ളറ്റ് വിത്തിൻ ദ ട്രീ കേട്ടോ. മരത്തിനുള്ളിൽ വെടിയുണ്ടയുടെ ത്വരണം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മരത്തിനുള്ളിൽ വെടിയുണ്ടയുടെ ത്വരണം. അപ്പം അങ്ങനെയാണ് വന്ന് മരത്തിനുള്ളിലേക്ക് കയറുമ്പോൾ എങ്ങനെയാണ് അവിടെ ത്വരണം എങ്ങനെയാണ്? കുറയുവാണ്. ഇത് റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലെ, മന്ദീകരണമാണ് സംഭവിക്കുന്നത് ഇല്ലേ. അപ്പൊ വെലോസിറ്റി കുറയുമല്ലേ മരത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ. അപ്പൊ അത്
കണ്ടുപിടിക്കാനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് എഴുതാം ഇല്ലേ? അപ്പം വെടിയുണ്ടയുടെ വെലോസിറ്റി ഇല്ലേ, വെടിയുടെ വെലോസിറ്റി അതായത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ആണ്. അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി ആണ് കേട്ടോ 80 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്. അത് മരത്തിലേക്ക് തുളച്ച് കയറി നിശ്ചലമാവുന്നത്, അതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ സെന്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്ക് മാറ്റണം. 8 ഡിവൈഡ് ബൈ 100 ചെയ്യുക. അപ്പൊ 0.8 മീറ്റർ. പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ, ചുമ്മാ ചാടിക്കടി എഴുതിയേക്കല്. ഇനി എന്താണ്? ആക്സിലറേഷൻ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഇല്ല, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇതാ നോക്കി, ഇക്വേഷൻ ഏതാണ്? v സ്ക്വയർ ഈസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. സമയമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ ആക്സിലറേഷനിലേക്ക് മാറ്റുക, ത്വരണത്തിലേക്ക് മാറ്റുക. അപ്പൊ v സ്ക്വയർ മൈനസ് യു സ്ക്വയർ എന്ന് വരും. 2as ഈസ് ഈക്വൽ ടു v സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ദെൻ a ഈസ് ഈക്വൽ ടു v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2s. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ, എന്ന് വെച്ചാൽ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ. അപ്പം ഫൈനൽ വെലോസിറ്റി 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 80 ആണ് അല്ലേ, ആദ്യ പ്രവേഗം 80 ആണ്. അപ്പം 80ന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് വരുന്നത്? ഒന്നെങ്കിൽ 0.8 എന്ന് എഴുതാം, അല്ലെങ്കിൽ 8/100 എന്ന് എഴുതാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എഴുതാം, നമുക്ക് ചെയ്യാൻ എളുപ്പത്തിൽ 8/100 എന്ന് ഞാനങ്ങ് എഴുതുവാണ് കേട്ടോ. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും? 64 അല്ലേ, 64 2 0 അതായത് 6400 എന്ന് വരും. ഡിവൈഡ് ബൈ ഞാനിവിടെ 8 ഇൻറ്റു 2 ചെയ്ത് 16 വന്നു. ഇതാ ഈ 100നെ ഞാൻ മേളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം ഇതും ക്യാൻസൽ ചെയ്യാൻ ഇവിടെ 4 വരും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 400 അല്ലേ, 400ഉം ഈ ഒരു 2 0 കൂടെ വരും. അപ്പം മൈനസ് 40,000 എന്ന് വരും. അതായത് ആക്സിലറേഷൻ അല്ലെ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മൈനസ് 40,000 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ത്വരണം ഇല്ലേ, ഇവിടെ നമുക്കറിയാം നെഗറ്റീവ് വാല്യൂ വന്നു. നെഗറ്റീവ് വാല്യൂ വരാൻ കാരണം എന്താണ്? ഇത് ഉള്ളിലേക്ക് കയറിയിട്ട് വുഡിന്റെ ഉള്ളിലേക്ക് കയറി നിശ്ചലമാവുമല്ലേ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? വെലോസിറ്റി കുറയുന്നത്. വെലോസിറ്റി കുറയുമ്പോൾ അവിടെ എങ്ങനെയാണ്? ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷനും കുറയുന്നത്, അതായത് മന്ദീകരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ നെഗറ്റീവ് സൈൻ. മൈനസ് 40,000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ്? ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, എന്റെ ബി പാർട്ട് ഉണ്ട്. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ഫോർ പെനിട്രേഷൻ വിത്തിൻ ദ ട്രീ. അതായത് മരത്തിനുള്ളിലൂടെ വെടിയുണ്ട സഞ്ചരിച്ച ദൂരം. മരത്തിനുള്ളിലൂടെ വെടിയുണ്ട സഞ്ചരിച്ചില്ലേ, 8 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പം ആ സഞ്ചരിച്ച സമയം അവിടെ കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്തുമാത്രം സമയം മരത്തിനുള്ളിലൂടെ സഞ്ചരിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ അത് നോക്കാം കേട്ടോ. അപ്പൊ നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി അന്ത്യപ്രവേഗം 0 ആണ്. ദെൻ ആദ്യപ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് 80 മീറ്റർ പെർ സെക്കൻഡ് നമുക്കറിയാം. ഇവിടുത്തെ ത്വരണം നമുക്ക് കിട്ടി മൈനസ് 40,000 അല്ലേ, 40,000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും കിട്ടി. മനസ്സിലാവുന്നു? അപ്പൊ നമുക്ക് എന്താണ്? സമയമല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഇത്രയും v ഉണ്ട്, u ഉണ്ട്, a ഉണ്ട്. സമയം കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? v ഈസ് ഈക്വൽ ടു u പ്ലസ് at അല്ലേ. അപ്പം അതിന് നമുക്ക് ടി കണ്ടുപിടിക്കാം. അതായത് at ഈസ് ഈക്വൽ ടു v മൈനസ് യു എന്ന് എഴുതാം. t ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ a എന്നും എഴുതാം. മനസ്സിലായല്ലോ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും ആൻസർ? t ഈസ് ഈക്വൽ ടു v എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 0 ആണ്. u എന്ന് പറഞ്ഞിരിക്കുന്നത് 80 ആണ് വരുന്നത്. ഡിവൈഡ് ബൈ ത്വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് 40,000 ആണ് അല്ലേ. അപ്പൊ ഈ മൈനസും മൈനസും ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ ഇതാ ഇവിടെ ഉണ്ട്, ഈ 0 0 ക്യാൻസൽ ആയിട്ട് പോയി. 8 ഡിവൈഡ് ബൈ 4,000 എന്ന് വരും അല്ലേ. 8 ഡിവൈഡ് ബൈ 4,000 എന്ന് പറയുമ്പം പിന്നെ ഇത് ക്യാൻസൽ ചെയ്യാലോ. 5 ഇവിടെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/500 എന്ന് വരും ഇല്ലേ. 1/500 എന്ന് വരുമ്പം ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു 0.002. ഒന്നുകൂടെ ചെയ്യുവാണെങ്കിൽ 0.002 സെക്കൻഡ് എന്ന് വരും. മനസ്സിലായോ? അപ്പം അതിന്റെ വുഡിന്റെ ഉള്ളിലേക്ക് കയറി എത്രയാണ്? 8 മീറ്റർ ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ 8 മീറ്റർ ട്രാവൽ ചെയ്യാനെടുത്ത സമയത്തെയാണ് 0.002 സെക്കൻഡ് സമയം. അപ്പൊ മരത്തിനുള്ളിലൂടെ വെടിയുണ്ട സഞ്ചരിച്ച ദൂരമാണ് 0.002 സെക്കൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? Then 18b and b part question ആണ്. A stone thrown up from the top of a building 50 meter went up to a height of 30 meter and fell on the ground. If so, what is the distance traveled by the stone? അതായത് 50 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടമുണ്ട്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? 50 മീറ്റർ ആണ്. അതിന്റെ മുകളിൽ നിന്നും അതിന്റെ മുകളിൽ നിന്ന് കുത്തനെ മുകളിലോട്ട് ഇറങ്ങിയ ഒരു കല്ല് 30 മീറ്റർ ഉയരത്തിൽ എത്തിയിട്ട് തിരിച്ച് താഴെ ഭൂമിയിൽ പതിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. അതായത് ഇതൊരു ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചു. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 50 ആണ്.
ഇത് 50 മീറ്റർ ആണ്. അപ്പം ഇതിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും കുത്തനെ മുകളിലോട്ട് എറിഞ്ഞു ഒരു കല്ലിങ്ങനെ മുകളിലോട്ട് എറിയുക. മനസ്സിലായോ? അതാ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അതൊരു ബിൽഡിംഗ് ആണെന്ന് ചോദിച്ചു. അപ്പൊ ഇത് ബിൽഡിംഗ് ആണ്. അപ്പൊ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 50 മീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് ഏകദേശം ഇത്രയും ഹൈറ്റിൽ, അതായത് 30 മീറ്റർ ഹൈറ്റിലേക്ക് എറിഞ്ഞു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ കല്ല് നേരെ താഴെ വന്നു. മനസ്സിലായോ? അപ്പൊ ഈ കല്ല് എന്തുമാത്രം ദൂരം സഞ്ചരിച്ചെന്നാണ് അവിടെ ആദ്യത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ. ഡിസ്റ്റൻസ് കേട്ടോ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ എന്നാണ് ആദ്യമേ ചോദിച്ചത്. ആ സ്റ്റോൺ എന്തുമാത്രം ദൂരം ട്രാവൽ ചെയ്തു. അപ്പം ഇവിടുന്ന് ഇത്രയും ട്രാവൽ ചെയ്തു 30 ഇല്ലേ, പിന്നെ താഴോട്ട് ഇത്ര 30 ട്രാവൽ ചെയ്തു, പിന്നെ ബാക്കി ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ വന്നില്ലേ, അത് ഇത്രയാണ് 50 തന്നിട്ടുണ്ട്. അപ്പം മുകളിലോട്ട് 30 ട്രാവൽ ചെയ്തു, താഴോട്ടും ഒരു 30 വന്നു, പിന്നെ എന്താണ് ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റ്, അതായത് അത് 50 വന്നിട്ടുണ്ട്. അപ്പൊ എത്ര വരും? 60 + 50 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 110 അല്ലെ, 110 മീറ്റർ ആണ് ആ കല്ല് ടോട്ടല് ട്രാവൽ ചെയ്തത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സ്റ്റോൺ. കല്ലിനുണ്ടായ സ്ഥാനാന്തരം എത്രയാണെന്നാണ് ചോദിച്ചത്. കല്ലിനുണ്ടായ സ്ഥാനാന്തരം എത്ര? സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ആണ് അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം കല്ല് എവിടുന്നാണ്? ഇവിടുന്നാണല്ലോ. ഇവിടുന്നാണ് അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ പൊസിഷൻ എവിടെയാണ്? ഇവിടെയാണ് അല്ലെ. കല്ലിന്റെ ഇനീഷ്യൽ പൊസിഷൻ ഇവിടെയാണ്, ഇവിടുന്ന് ഫൈനൽ പൊസിഷൻ ഇവിടെ എത്തി. അപ്പൊ സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിട്ട് വരും? എത്രയാണ് വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഈ ഹൈറ്റ് അല്ലേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ തിരിച്ചെത്തി. അപ്പൊ എത്രയാണ്? 50 മീറ്റർ. അതിനുണ്ടായ സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 50 മീറ്റർ ആണ്. ഇനി അടുത്ത സി എന്താണ്? കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ബോഡി ടു ഹിറ്റ് ദ ഗ്രൗണ്ട് ഫ്രം ദ മാക്സിമം ഹൈറ്റ് റീച്ചഡ്. അതായത് പരമാവധി ഉയരത്തിൽ നിന്നും കല്ല് തറയിലെത്താൻ എടുത്ത സമയം. അതായത് പരമാവധി ഉയരം വെച്ചാൽ ഈ ഹൈറ്റ് ആണല്ലോ. അപ്പൊ ഇവിടെ നിന്നും കല്ല് തറയിലെത്താൻ, ഇവിടെ എത്താൻ എടുത്ത സമയമാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയാലോ? ഇവിടെ ആക്സിലേഷൻ 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് സമയമല്ല ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? S = ut + ½ at². ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ മേലെ അതിൽ നമുക്ക് സമയം കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് എസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് 50 ആണ്. ut ഉണ്ട്. u എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? u ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല, അത് 0 ആയിട്ട് പോകും. അപ്പൊ S = ഈ ടൈം എന്തായിട്ട് മാറും? 0 ആയിട്ട് പോരും അല്ലെ. 0 + ½ at² എന്ന് വരും. ഓർ നമുക്ക് ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ 2s = at² എന്ന് എഴുതാം. ഓർ t² അല്ലെ, ഓർ t² = 2s / എന്ന് ഇക്വേഷൻ വരും. അപ്പൊ എങ്ങനെയാണ്? 2 × s എത്രയാണ് വരുന്നത്? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പരമാവധി ഉയരം, ഇവിടുന്ന് തറയിലെത്തേണ്ട സമയമല്ല. അപ്പൊ ഇത്രയും ദൂരം എത്രയാണ്? 30 ആണ് വരുന്നത്. അപ്പൊ ഇതും കൂടെ വരും, 30 + 50 വരും ഇല്ലേ. അപ്പം അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് വരുന്നത്? എസിന്റെ വാല്യൂ 80 വരും അല്ലെ. 50 ഇത്രയും 30 ഉണ്ട്, ഇത്രയും 50 ഉണ്ട്. അപ്പൊ 50 + 30 വരുമ്പോൾ 80 വരും. 80 / ത്വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ആന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ എത്ര വരും? അവിടെ ക്യാൻസൽ ചെയ്യാലോ, ഇതെല്ലാം കൂടെ തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇവിടെ എത്രയാണ് വരുന്നത്? 8 വരും ഇല്ലേ. ദെൻ 8 × 16 വരും ഇല്ലേ. അപ്പൊ t² എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 16 വന്നു. therefore t = എത്രയാണ്? √16 ഇല്ലേ. എത്ര വരും? √16 എന്ന് വരുമ്പോൾ 4 വരും. 4 സെക്കൻഡ്. 4 സെക്കൻഡ് പരമാവധി ഉയരം. ഈ പരമാവധി ഹൈറ്റിൽ നിന്നും കല്ല് തറയിൽ എടുക്കാനെടുത്ത സമയം എത്രയാണ്? 4 സെക്കൻഡ്. 4 സെക്കൻഡ് കൊണ്ടത് തറയിലെത്തി. ക്ലിയർ ആയല്ലോ? ഇത് ഒരുപാട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസിലാണ് നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാമിന് ഉണ്ടായത്. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. അത് റിപ്പീറ്റ് ചെയ്ത ഫോർമാറ്റ് ഒക്കെ തന്നെയാണ്. നമ്മൾ മോഡലിനൊക്കെ കണ്ടില്ലായിരുന്നു, അതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആൻസർ എല്ലാം ചെക്ക് ചെയ്യുക കേട്ടോ. നോക്കുക, എഴുതുക, ബുക്കിലേക്കൊക്കെ എഴുതി എടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുക. പ്രത്യേകം പറയുകയാണ് 9ാം ക്ലാസ്സിലെ കുട്ടികളോട് നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഹയർ ക്ലാസ്സിൽ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടും. ഇതിൻ്റെ എല്ലാം കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് ഹയർ ക്ലാസ്സുകളിൽ വരുന്നത് കേട്ടോ. അതുകൊണ്ട് കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്